നമസ്കാരം. ഏറെ സവിശേഷതകളോടുകൂടി പണി കഴിപ്പിച്ച പുതിയ പാർലമെന്റ് മന്ദിരത്തിലാണ് 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ചേർന്നിരിക്കുന്നത്. സ്പീക്കറുടെ കസേരയ്ക്ക് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ചെങ്കോലാണ് പുതിയ ലോക്സഭാ ഹാളിനെ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. ഇന്ന് പാർലമെന്റിലെത്തിയ രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നതിൽ ചെങ്കോലും മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വൈറലായിരുന്നു. മാത്രമല്ല, ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി ഈ ദൃശ്യങ്ങൾ വിടുകയും ചെയ്തിരുന്നു. പാർലമെന്റ് കവാടത്തിന് മുൻപിൽ വെച്ച് ചെങ്കോൽ പിടിച്ച സേവകന്റെ അകമ്പടിയോടുകൂടിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും സ്പീക്കറും ഒക്കെ ചടങ്ങിന്റെ ഭാഗമായിരുന്നു. രാഷ്ട്രപതി സ്പീക്കറുടെ കസേരയിൽ ഇരുന്നപ്പോൾ ചെങ്കോൽ ഇരിപ്പിടത്തിന് മുന്നിലായി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ചെങ്കോലിന്റെ പേരിൽ മുൻപ് ഉണ്ടായിരുന്ന വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ വീണ്ടും സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ ഈ ചെങ്കോലിന്റെ പേരിൽ വീണ്ടും ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനാധിപത്യത്തിൽ അതിന്റെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ചെങ്കോൽ സ്ഥാപിച്ചതിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ പ്രതിപക്ഷം ഇന്ത്യൻ സംസ്കാരത്തെ അവഹേളിക്കുകയാണ് എന്നാണ് BJP തിരിച്ചടിക്കുന്നത്. മാത്രമല്ല, സമാജ്വാദി പാർട്ടിയുടെ MP ആയ RK ചൗധരി ഇത് സംബന്ധിച്ച് സ്പീക്കർ ഓം ബിർളയ്ക്ക് പുതിയ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ചെങ്കോലിന് പകരം ഭരണഘടനയുടെ പകർപ്പ് സ്പീക്കറുടെ കസേരയ്ക്ക് മുന്നിൽ സ്ഥാപിക്കണം എന്നാണ് ഉത്തർപ്രദേശിലെ മോഹൻലാൽഗഞ്ചിൽ നിന്നുള്ള MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയുടെ അംഗീകാരം രാജ്യത്ത് ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഭരണഘടനയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രതീകം. BJP സർക്കാർ കഴിഞ്ഞ കാലത്ത് സ്പീക്കറുടെ കസേരയ്ക്ക് സമീപമായി ചെങ്കോലാണ് സ്ഥാപിച്ചത്. രാജദണ്ഡ് എന്നാൽ രാജാവിന്റെ വടി എന്ന് അർത്ഥമുണ്ട്. രാജാക്കന്മാരുടെ കാലത്തിന് ശേഷം നാം സ്വതന്ത്രരായി ജീവിക്കുന്നവരാണ്, നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. ഇങ്ങനെയായിരുന്നു സ്പീക്കർക്ക് അയച്ച കത്തിൽ RK ചൗധരി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ യോഗ്യരായ സ്ത്രീയും പുരുഷനും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ രാജ്യം ഭരിക്കാനുള്ള സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നത്. ആ സാഹചര്യത്തിൽ രാജ്യം ഭരിക്കേണ്ടത് ഭരണഘടനയിലാണോ അതോ രാജാവിന്റെ വടികൊണ്ടാണോ? ജനാധിപത്യം സംരക്ഷിക്കാൻ ചെങ്കോൽ മാറ്റി അവിടെ ഭരണഘടനയുടെ പകർപ്പ് സ്ഥാപിക്കണമെന്നുകൂടി മുൻ ഉത്തർപ്രദേശ് മന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ B മാണിക്യം ഠാക്കൂറും ചെങ്കോൽ തർക്കത്തിൽ സമാജ്വാദി പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. ചെങ്കോൽ രാജഭരണ കാലത്തിന്റെ പ്രതീകമാണ് എന്നും ആ കാലം അവസാനിച്ചു എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. ജനകീയ ജനാധിപത്യത്തെയും ഭരണഘടനയുമാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിൽ പറഞ്ഞിരുന്നു. ചൗധരിയുടെ ആവശ്യത്തെ RJD MP-യും ലാലു പ്രസാദ് യാദവിന്റെ മകളുമായ മിസ ഭാരതിയും പിന്തുണച്ചിട്ടുണ്ട്. ഇത് ആവശ്യപ്പെട്ടത് ആരായാലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നായിരുന്നു മിസ ഭാരതിയുടെ വാക്കുകൾ. അതേസമയം ഈ വിഷയത്തിൽ BJP എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. BJPയുടെ നിലപാട് പണ്ട് മുതൽ തന്നെ വ്യക്തമാണ്, കൃത്യമാണ്. അവർ ആവർത്തിക്കുന്നുണ്ട് ചെങ്കോലിന്റെ പ്രാധാന്യത്തെ പറ്റി. പക്ഷേ ഇപ്പോൾ അവർ തിരിച്ചടിച്ചിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. നേരിട്ടുള്ള ആക്രമണമല്ല, മറിച്ച് ഇന്ത്യ മുന്നണി തന്നെ പിളർപ്പിലേക്ക് പോയേക്കാവുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് അല്ലെങ്കിൽ നിലപാടാണ് BJP വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. സമാജ്വാദി പാർട്ടി നേരത്തെ രാമചരിത മനസ്സിനെ ആക്രമിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തെയും പ്രത്യേകിച്ചും തമിഴ് സംസ്കാരത്തിന്റെയും ഭാഗമായ ചെങ്കോലിനെ കൂടി സമാജ്വാദി പാർട്ടി അവഹേളിക്കുകയാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കേണ്ടത് DMK ആണ് എന്നായിരുന്നു ഒരു BJP നേതാവ് പ്രതികരിച്ചത്. DMKക്ക് നേരെയുള്ള BJPയുടെ ആദ്യത്തെ ഉന്നം പിഴച്ചിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇന്ത്യ മുന്നണിയിലെ മറ്റേതൊക്കെ പാർട്ടികൾ എതിർത്താലും ദ്രാവിഡ പാരമ്പര്യത്തിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന DMKക്ക് ചെങ്കോലിനെ തള്ളിപ്പറയാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ സ്വന്തം പൈതൃകത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന തമിഴ് ജനത അത് അംഗീകരിച്ചു കൊടുക്കുകയുമില്ല. DMK വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നത് കൗതുകത്തോടു കൂടി തന്നെയാണ് രാജ്യം കാത്തിരിക്കുന്നത്. ചെങ്കോലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ സമാജ്വാദി പാർട്ടിയെ പിന്തുണയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും DMK അതിന് തമിഴകത്ത് മറുപടി പറയേണ്ടി വരും. അതല്ല, ഇത് തങ്ങൾ അംഗീകരിക്കുന്നു, ചെങ്കോല് പാർലമെന്റിനുള്ളിൽ തന്നെ വേണമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ BJPയോട് ചേർന്ന് നിൽക്കുന്നതായി അത് വായിക്കപ്പെടുകയും ചെയ്യും. നിലവിൽ എന്തായാലും വെട്ടിലായിരിക്കുന്നത് DMK തന്നെയാണ്. DMKയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണത്തിന് വേണ്ടി രാജ്യം മുഴുവൻ കാത്തിരിക്കുന്നുമുണ്ട്. DMK ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നതനുസരിച്ച് തന്നെയായിരിക്കും BJP അടുത്ത ചുവട് വെക്കാൻ പോകുന്നത്. BJP DMKയെ പല വിധത്തിൽ ലക്ഷ്യം വെക്കുമ്പോൾ അതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ മുന്നണി എന്ന് കാത്തിരുന്ന് കാണാം. നിലവിൽ എന്തായാലും ഈ ചെങ്കോൽ വിഷയം വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ചെങ്കോലുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും തമിഴകത്ത് നിന്നും കാര്യമായ പ്രതികരണങ്ങൾ വരാനുണ്ട്. ഇതനുസരിച്ചായിരിക്കും
സമാജ്വാദി പാർട്ടിയുടെ നിലപാട് ഇനി വായിക്കപ്പെടുക. അതിനനുസരിച്ച് BJP തന്ത്രങ്ങൾ നീക്കുകയും ചെയ്യും. എന്തായാലും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നത് ഉറപ്പിക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്ന് കോൺഗ്രസ് എത്രയൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും എന്നതുപോലെ ഈ ഇന്ത്യ മുന്നണിക്കുള്ളിലെ തർക്കങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സമാജ്വാദി പാർട്ടി ഉന്നം വെച്ചത് BJP ആണ് എങ്കിൽ പോലും അത് കൃത്യമായി കൊണ്ടിരിക്കുന്നത് DMK-ക്കാണ്.